മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റമായിട്ട് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത് സ്പേമിൻ്റെ സ്ട്രക്ചറാണ്. സ്ട്രക്ചർ ഓഫ് എ സ്പേം. ഇത് പരീക്ഷയ്ക്ക് പല പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യനാണ്. എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ ഓഫ് എ സ്പേമിൻ്റെ സ്ട്രക്ചർ. ഇപ്പം നമുക്ക് ഈ ഒരു ഫിഗറിൽ നോക്കി അറിയാൻ പറ്റും. മെയിനായിട്ട് 3 പാർട്സാണ്, 4 പാർട്സാണ് സ്പേമിനുള്ളത്. ഫസ്റ്റ് ഹെഡ് റീജിയൻ. നിങ്ങൾക്ക് ഫിഗർ നോക്കി അറിയാൻ പറ്റും. ഹെഡ്, അതിന് തൊട്ട് താഴെ നെക്ക് എന്ന് പറയുന്നൊരു റീജിയൻ ഉണ്ട്. അതിന് താഴെയായിട്ട് മിഡിൽ പീസ്, ലാസ്റ്റ് ടെയിൽ. ഇങ്ങനെ 4 സ്ട്രക്ചറാണ് സ്പേമിനുള്ളത്. ഹെഡ്, നെക്ക്, മിഡിൽ പീസ് ആൻഡ് ടെയിൽ. ഇത്ര 4 റീജിയൻസ് ചേരുമ്പോഴാണ് നമ്മുടെ ഒരു ഫുള്ളി മെച്ചുവേർഡ് ആയിട്ടുള്ളൊരു സ്പേമായിട്ട് മാറുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓരോ പാർട്സിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്പേം സ്ട്രക്ചർ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ സ്പേം എന്ന് പറയുന്ന ഒരു നോർമൽ സെല്ലാണ്. അപ്പം അത് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സിന് വേണ്ടി അതിൻ്റെ സ്ട്രക്ചറിൽ ചില വ്യത്യാസങ്ങൾ വന്നതേ ഉള്ളൂ. സാധാ നോർമൽ സെല്ല് തന്നെയാണ് നമ്മുടെ സ്പേം എന്ന് പറയുന്നത്. അപ്പം അതുപോലെ തന്നെ നമ്മുടെ നോർമൽ സെല്ലിനുള്ളതുപോലെ തന്നെ ഈ സ്പേമിൻ്റെ എൻറ്റയർ ബോഡിയെ കവർ ചെയ്ത് പ്ലാസ്മ മെംബ്രെയിൻ നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ സെൽ മെംബ്രെയിൻ ഈ സ്പേമിൻ്റെ ഹെഡ് മുതൽ ടെയിൽ വരെ ഇതിനെ കവർ ചെയ്ത് കാണപ്പെടുന്നുണ്ട്. അത് പ്ലാസ്മ മെംബ്രെയിൻ എൻവലപ്സ് ദ എൻറ്റയർ ബോഡി. അതിൻ്റെ പാർട്സ് നമ്മൾ നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു 4 പാർട്സാണ്. ഹെഡ്, നെക്ക്, മിഡിൽ പീസ്. മിഡിൽ പാർട്ട് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മിഡിൽ പാർട്ട് എന്നും പറയാം, അല്ലെങ്കിൽ മിഡിൽ പീസ് എന്ന് പറയും. മിഡിൽ പീസ്, ടെയിൽ. അപ്പോൾ ഇത്രയും 4 പാർട്സാണ് നമ്മുടെ സ്പേമിനുള്ളത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് ഹെഡ് റീജിയൻ എന്ന് പറയുന്നത്. ഈ ഹെഡ് റീജിയനിലാണ് നമ്മുടെ ഫെർട്ടിലൈസേഷന് വേണ്ടിയിട്ടുള്ള ന്യൂക്ലിയസ് കാണപ്പെടുന്നത്. അപ്പോൾ നമുക്കറിയാൻ പറ്റും ഇൻസെമിനേഷൻ്റെ ഫലമായിട്ട് സ്പേംസ് ഫീമെയിൽസിൻ്റെ റീപ്രൊഡക്റ്റീവ് ട്രാക്കിലേക്ക് എത്തിച്ചേരുകയും പിന്നീട് അവിടെ ഫീമെയിൽസിൻ്റെ ബോഡിക്ക് അകത്ത് വെച്ചിട്ടാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും, ഫെർട്ടിലൈസേഷൻ്റെ ഇവൻറ്റ്സ് എല്ലാം. അപ്പം ഫെർട്ടിലൈസേഷൻ നടക്കുമ്പം നമ്മുടെ എഗ്ഗുമായിട്ട് ഇത് ഫ്യൂസ് ചെയ്യണം. ഫ്യൂസ് ചെയ്യുമ്പം നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈ സ്പേം മൊത്തത്തിലല്ല അത് നമ്മുടെ എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നത്. സ്പേമിൻ്റെ ഹെഡിലുള്ള ന്യൂക്ലിയസ് മാത്രമാണ് നമ്മുടെ എഗ്ഗിൻ്റെ ന്യൂക്ലിയസുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നത്. അപ്പം ന്യൂക്ലിയസ് ആണ് ഇതിൻ്റെ ആ മെയിലിൻ്റെ എല്ലാ ഫീച്ചേഴ്സും അടങ്ങിയ, അല്ലെങ്കിൽ എല്ലാ ക്രോമസോം നമ്പർ പകുതിയുള്ള നമ്മുടെ ന്യൂക്ലിയസ് കാണപ്പെടുന്നത് ഈ ഹെഡ് റീജിയനിലാണ്. അപ്പം ഹെഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇലോങ്ങേറ്റഡ് ഷേപ്പാണ്. അതുപോലെ തന്നെ അതിനകത്താണ് ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ഉള്ളത്. ഇനി ന്യൂക്ലിയസിന് തൊട്ട് മുകളിലായിട്ട് കാണപ്പെടുന്ന ഒരു സ്ട്രക്ചറാണ് ആൻറ്റീരിയർ പോർഷനിൽ, മീൻസ് അതിൻ്റെ മുകളിലായിട്ട് കാണപ്പെടുന്ന, ന്യൂക്ലിയസിന് മുകളിലായിട്ട് കാണപ്പെടുന്ന ഒരു ക്യാപ്പ് ലൈക്ക് സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് അക്രോസോം. ഈ ഒരു പേര് നിങ്ങൾ മറന്നു പോരുത്. ഒരു മാർക്കിനൊക്കെ ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ് അക്രോസോം. പിന്നീട് നമുക്ക് പഠിക്കാനുള്ളൊരു ടേമാണ് ഈ അക്രോസോം. അപ്പോൾ ഹെഡ് റീജിയനിൽ കാണപ്പെടുന്ന 2 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് ന്യൂക്ലിയസും, മറ്റത് അക്രോസോമാണ്. ന്യൂക്ലിയസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ന്യൂക്ലിയസിൻ്റെ ഫംഗ്ഷൻ എന്താണ്? നമ്മുടെ എഗ്ഗിൻ്റെ ന്യൂക്ലിയസുമായിട്ട് ഫ്യൂസ് ചെയ്യുക, എന്നാലേ നമുക്ക് സൈഗോട്ട് ഫോം ചെയ്യത്തുള്ളൂ. അപ്പോൾ ന്യൂക്ലിയസ് എന്ന് വെച്ചാൽ ആ ഫ്യൂഷനിൽ പങ്കെടുക്കുന്നതാണ് ന്യൂക്ലിയസ്. ഇനി അക്രോസോമിൻ്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ അക്രോസോം എന്ന് വെച്ചാൽ ഹെഡ് റീജിയനിൽ കാണപ്പെടുന്ന, ന്യൂക്ലിയസിന് മുകളിലായിട്ട് കാണപ്പെടുന്ന ഒരു റീജിയനാണ് ഈ അക്രോസോം എന്ന് പറയുന്നത്. ഈ അക്രോസോമിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരു ഹൈഡ്രോളിറ്റിക് എൻസൈം ഉണ്ട്. ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ഗോൾജി കോംപ്ലക്സ് ഡ്യൂറിങ് ദ ഡിവിഷൻ. അപ്പം ആ ഡിവിഷൻ്റെ സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, സ്പെർമാറ്റിഡ്സ് സ്പേമായിട്ട് മാറുന്ന ആ ഒരു സമയത്ത് നമ്മുടെ ഗോൾജി കോംപ്ലക്സ് ആണ് ഈ അക്രോസോമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. ഈ അക്രോസോമിനകത്തൊരു ഹൈഡ്രോളിറ്റിക് എൻസൈം ഉണ്ട്. ഈ എൻസൈമിൻ്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ഫെർട്ടിലൈസേഷൻ്റെ സമയമാകുമ്പം എഗ്ഗിനടുത്തേക്ക് സ്പേം എത്തിച്ചേരും. അടുത്തേക്ക് സ്പേം എത്തിച്ചേർന്നാൽ ഈ എഗ്ഗിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് ഒത്തിരി ലെയേഴ്സ് എഗ്ഗിന് ചുറ്റും, എഗ്ഗിൻ്റെ ന്യൂക്ലിയസിനെ കവർ ചെയ്ത് ഒരുപാട് ലെയേഴ്സ് ഉണ്ട്. ഈ ലെയേഴ്സിനെ എല്ലാം ബ്രേക്ക് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഈ അക്രോസോം എന്ന് പറയുന്നത്. അപ്പം എഗ്ഗിൻ്റെ ലെയേഴ്സ് ബ്രേക്ക് ചെയ്തെങ്കിൽ മാത്രമേ ന്യൂക്ലിയസിനകത്തേക്ക് എൻ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഈ അക്രോസോം ഉപയോഗിച്ചുകൊണ്ട്, സ്പേമിൻ്റെ ഹെഡിലുള്ള അക്രോസോം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ എഗ്ഗിൻ്റെ ന്യൂക്ലിയസിനെ കവർ ചെയ്ത് കാണപ്പെടുന്ന ലെയേഴ്സിനെ എല്ലാം ഇത് ബ്രേക്ക് ചെയ്യാൻ സഹായിക്കും. അപ്പോൾ ഇത് എൻസൈം ആയതുകൊണ്ട് അതിനെ ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്ത് ഇതിൻ്റെ ന്യൂക്ലിയസിനെ എഗ്ഗിൻ്റെ ന്യൂക്ലിയസുമായിട്ട് മീറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കാം. അപ്പോൾ ഓവമായിട്ട് അതിന് ഫെർട്ടിലൈസേഷൻ നടത്താൻ വേണ്ടി സഹായിക്കുക എന്നുള്ളതാണ് അക്രോസോമിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു സംശയം വരും, അപ്പോൾ ഒത്തിരി സ്പേം എൻ്റർ ചെയ്യുന്നുണ്ട്. അപ്പം ഫസ്റ്റ് എഗ്ഗിനടുത്ത് അല്ലെങ്കിൽ എഗ്ഗുമായിട്ട് മീറ്റ് ചെയ്യുന്ന സ്പേം ഏതാണോ ആ സ്പേം മാത്രമേ ഈ എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇത് അകത്ത് കയറി കഴിഞ്ഞാൽ സ്പേം മീൻസ് എഗ്ഗിനകത്ത്
എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വേറെ ഒരു സ്പേമിനും ഈ എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു സ്പേമിന് മാത്രം, അത് ഫസ്റ്റ് എത്തിച്ചേരുന്ന സ്പേമിന് മാത്രമേ, അത് ആ സ്പേമിൻ്റെ മോട്ടിലിറ്റിയും അതിൻ്റെ മൂവ് ചെയ്യാനുള്ള കപ്പാസിറ്റി എല്ലാം അനുസരിച്ചിരിക്കും. ഒരു സ്പേമിന് മാത്രമേ ഒരു എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ആ എഗ്ഗിൻ്റെ വാളിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി സഹായിക്കുക എന്നുള്ളതാണ് നമ്മുടെ അക്രോസോമിൻ്റെ ഫങ്ഷൻ. ഇനി നെക്ക് റീജിയനാണ്. അതിനകത്ത് പ്രത്യേകിച്ച് അങ്ങനെ ഫങ്ഷനൊന്നുമില്ല. അത് ഹെഡിനെയും മിഡിൽ പീസിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നൊരു പോർഷനാണ് നെക്ക് എന്ന് പറയുന്നത്. അടുത്ത പോർഷൻ എന്ന് പറയുന്നത് മിഡിൽ പീസാണ്. മിഡിൽ പീസ് അല്ലെങ്കിൽ മിഡിൽ പാർട്ട് എന്നവിടെ തന്നിട്ടുണ്ട്. മിഡിൽ പീസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് മൈറ്റോകോൺട്രിയ കാണപ്പെടും. അപ്പോൾ മൈറ്റോകോൺട്രിയയുടെ പ്രത്യേകത നമുക്കറിയാം, എന്താണ്, പവർ ഹൗസ് ഓഫ് ദി സെൽ എന്നറിയപ്പെടുന്നതാണ്. അതുപോലെ തന്നെ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽ ഓർഗനിലാണ് മൈറ്റോകോൺട്രിയ. അപ്പം നമ്മുടെ സ്പേമിന് മൂവ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ടെയിലിന് മോട്ടിലിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി, മൂവ്മെൻറ്റിനെ സഹായിക്കാൻ വേണ്ടി ഒത്തിരി എനർജി ആവശ്യമാണ്. അപ്പോൾ ഈ എനർജി പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് മൈറ്റോകോൺട്രിയയുടെ ഫംഗ്ഷൻ. ടെയിൽ അല്ലെങ്കിൽ നമ്മുടെ സ്പേമിന് മൂവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എനർജി പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് മൈറ്റോകോൺട്രിയയുടെ ഫംഗ്ഷൻ. അപ്പോൾ ഈ മിഡിൽ പീസിൽ ഒരുപാട് മൈറ്റോകോൺട്രിയ നമുക്ക് കാണാൻ പറ്റും. അത് ഈ സ്പേമിൻ്റെ മോട്ടിലിറ്റിക്ക് അല്ലെങ്കിൽ മൂവ്മെൻറ്റിന് വേണ്ടി അത് സഹായിക്കും. അതാണ് മിഡിൽ പീസിൻ്റെ ഫംഗ്ഷൻ. ടെയിലിൻ്റെ ഫംഗ്ഷൻ നമുക്കറിയാം, എന്താണ്, സ്പേം മൂവ് ചെയ്യുന്നത് എന്താണ്, ടെയിൽ ഉപയോഗിച്ചിട്ടാണ്. ലോങ് സ്ലെൻഡർ ആയിട്ടുള്ള പോർഷനാണ്, സ്പേമിൻ്റെ മൂവ്മെൻറ്റിന് വേണ്ടി സഹായിക്കുന്ന ഒരു പോർഷനാണ് ടെയിൽ എന്ന് പറയുന്നത്. ടെയിൽ ഉപയോഗിച്ചിട്ടാണ് സ്പേം മൂവ് ചെയ്യുന്നത്. എഗ്ഗിന് മൂവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. സ്പേമാണ് ടെയിൽ ഉപയോഗിച്ച് മൂവ് ചെയ്ത് എഗ്ഗിനടുത്തേക്ക് എത്തിച്ചേരുന്നത്. അപ്പം ഇത്രയാണ് സ്പേമിൻ്റെ സ്ട്രക്ചറുമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. human male ejaculate about 200 to 300 million sperms in one ejaculation. ഒരു സിംഗിൾ ഇജാക്കുലേഷൻ മീൻസ് ആ ഇൻസെമിനേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ ഏകദേശം 200 മുതൽ 300 മില്യൺ സ്പേംസാണ് ഫീമെയിൽസിൻ്റെ റീപ്രൊഡക്റ്റീവ് ട്രാക്കിലേക്ക് എൻട്രി ചെയ്യുന്നത്. അപ്പം ആ എൻട്രി ചെയ്ത ഇത്രയും മില്യൺസ് ഓഫ് സ്പേംസിൽ ഏകദേശം അതിൽ തന്നെ ഒരു 60% സ്പേംസിന് മാത്രമേ നോർമൽ ഷേപ്പും സൈസൊക്കെ ഉണ്ടായിരിക്കത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പം ഫീമെയിൽസിൻ്റെ റീപ്രൊഡക്റ്റീവ് ട്രാക്കിലേക്ക് സിംഗിൾ ഇജാക്കുലേഷൻ വഴി, ഇൻസെമിനേഷൻ വഴി എൻട്രി ചെയ്യുന്ന സ്പേംസ് 200 മുതൽ 300 മില്യൺസ് ആണ്. അതിൽ തന്നെ 60% സ്പേംസിന് മാത്രമേ നോർമൽ ഷേപ്പും കറക്റ്റ് സൈസും ടെയിലെല്ലാം മോട്ടിലിറ്റി മീൻസ് നോർമൽ സൈസും ഷേപ്പൊക്കെ ഉള്ളത് 60% ആയിരിക്കും. ആ 60%-ൽ തന്നെ ഒരു 40% സ്പേംസിന് മാത്രമേ കറക്റ്റ് മോട്ടിലിറ്റി ഉണ്ടായിരിക്കും. കറക്റ്റ് ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടുള്ള ആക്റ്റീവ് ആയിട്ടുള്ള സ്പേംസ് എന്ന് പറയുന്നത് ഈ ഇത്രയും 40% മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. 200 to 300 മില്യൺസ് ഉണ്ടായിരിക്കും. അതിൽ 60%-നാണ് നോർമൽ ഷേപ്പും സൈസും ഉള്ളത്. ആ 60%-ലുള്ള 40%-നാണ് കറക്റ്റ് മോട്ടിലിറ്റി ഉള്ളത്. അതിൽ എന്താണ്, നല്ല ആക്റ്റീവായിട്ടുള്ള ഫുള്ളി മെച്ചുവേർഡ് ആയിട്ടുള്ള നന്നായിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേം മാത്രമേ ഒരു എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യത്തുള്ളൂ. ആ സ്പേം എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്തല്ലെങ്കിൽ അതിനകത്ത് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു സ്പേമിനും ഈ എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൂടെ ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഇത്രയാണ് സ്പേമിൻ്റെ സ്ട്രക്ചറുമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്.